നമസ്കാരം, ഞാൻ ഡോക്ടർ സജിൻ. വെൽക്കം ടു സ്പൈസ് ട്രൂ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്യുമിനെ കുറിച്ചാണ്. ജീരകം എന്നൊക്കെയാണ് സാധാരണ ക്യുമിൻ അറിയപ്പെടുന്നത്. ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആണ്. വെയിറ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു സ്പൈസ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ ഊഞ്ച എന്ന് പറയുന്ന മാർക്കറ്റിലാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യുമിൻ മാർക്കറ്റാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ക്യുമിൻ ഇങ്ങനെ ഡംപ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യുമിന്റെ കൾട്ടിവേഷനെ കുറിച്ചാണ് പറയുന്നത്. ക്യുമിൻ ശരിക്കും രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് മരുഭൂമിയിൽ വളരുന്ന ഒരു സ്പൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്യുമിനെ പറയാം. പിന്നെ ഇതിന്റെ കൾട്ടിവേഷൻ പ്രാക്ടീസസിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്പൈസാണ്. ഇത് പറയാൻ കാരണം, ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ക്യുമിൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് 2 ടൈപ്പ് പെസ്റ്റിസൈഡ്സ് ആണ് കണ്ടത്. ഒന്ന് ടെബുക്കണസോൾ എന്ന് പറയുന്ന പെസ്റ്റിസൈഡും ഒന്ന് ട്രൈക്ലസോൾ എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡും. ഇതിൽ ഈ ട്രൈക്ലസോൾ എന്ന് പറയുന്ന പെസ്റ്റിസൈഡ് ശരിക്കും യൂറോപ്യൻ ഗവൺമെന്റ് കാർസിനോജിക് പെസ്റ്റിസൈഡിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ നേരെ ഇത് ഫാക്ടറികളിലേക്ക് സോർട്ടിങ്ങിലാണ് പോണത്. ഇതൊരു 3 ഗ്രേഡായിട്ടാണ് അവിടെ സോർട്ട് ചെയ്യുന്നത്. ഇത് സോർട്ട് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റെമ്മിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാം, ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിന്റെ സ്റ്റെം എന്ന് പറയുന്നത്. ഈ സ്റ്റെമ്മ് കൂടുതലുള്ളതും ഡസ്റ്റ് ഉള്ളതുമാണ് ഒരു 3rd ഗ്രേഡ് ആയിട്ട് പോകുന്നത്. അത് കൂടുതലും ഈ മസാല കമ്പനീസിലെ പൗഡറിങ്ങിന് വേണ്ടി പോകുന്ന ഒരു വേരിയന്റ് ആണ്. ഒരു 2ാമത്തെ ഗ്രേഡ് ഉണ്ട്, ഇവിടെ നോക്കിയാൽ കാണാം. അതിൻ്റെ അകത്ത് സ്റ്റെമ്മ് വളരെ കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് ഈക്വൽ സൈസ് ആയിരിക്കില്ല, പല ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും. അതാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. 3ാമത്തെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റെമ്മ് വളരെ കുറവായിരിക്കും, പക്ഷേ എല്ലാം ഒരേപോലത്തെ സൈസും ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു സോർട്ടിങ് നടക്കുന്നത് ഫാക്ടറിയിൽ. ഇനി സംസാരിക്കാൻ പോകുന്നത് അഡൾട്രേഷനെ കുറിച്ചാണ്. ക്യുമിന്റെ അഡൾട്രേഷൻ ശരിക്കും 2 രീതിയിലാണ് മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ഒന്ന് ദിൽസീഡ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, അതായത് ദിൽസീഡും ക്യുമിനും ഏകദേശം കാണുമ്പോൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് ക്യുമിനെക്കാട്ടിലും 4 വില മാത്രമേ ദിൽസീഡിനുള്ളൂ. 2ാമത്തെ അഡൾട്രേഷൻ നടക്കുന്നതാണ് ബ്രൂം ഗ്രാസ് വെച്ചിട്ട്. ഈ ബ്രൂം ഗ്രാസും മൊളാസസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അഡൾട്രേഷനാണ് വേറെ രീതിയിൽ നടക്കുന്നത്.